Hey guys, welcome back to our channel. It's me, your Traction Den. ഉമ്മ ചത്തോ സാറേ. തമ്പനയിൽ കണ്ടപ്പോഴേ കാര്യം എന്താണെന്നൊക്കെ എല്ലാവർക്കും ഒട്ടുമിക്ക മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് പൂർണ്ണമാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതുകൊണ്ട് തന്നെ അതിന്റെ തുടർ വീഡിയോ എന്ന രീതിയിൽ തന്നെ ഇത് കണ്ടാൽ മതി. അഫാന്റെ പുതിയ മൊഴി പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഫാന്റെ ഫാദറും നാട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ആദ്യം ആ ഒരു ചെറിയ ക്ലിപ്പ് കാണാമേ. എപ്പോഴും ട്രിവാൻഡ്രം ഗോകുലം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. തന്റെ മൂത്ത മകനെ കുറിച്ച് ഒന്നും അറിയണ്ട, അവൻ കുടുംബത്തിൽ എല്ലാവരെയും കൊന്ന നീചനാണ് എന്ന രീതിയിലാണ് കേട്ടോ. അത് പക്ഷെ എന്റെ ഇളയ മകനെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് എന്ന രീതിയിലായിരുന്നു കേട്ടോ അവരുടെ ഉമ്മയുടെ പ്രതികരണം. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ മുഖമായിട്ടാണ് കേട്ടോ. അതാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. ഈ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഭാര്യയും 2 മക്കളും വരേണ്ട സ്ഥാനത്ത് ആരും ഇല്ലാത്ത വരുന്ന ആ സംഭവമാണ് കേട്ടോ നമുക്ക് അവിടെ കിട്ടുന്നത്. ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ പറയാൻ കാരണം എനിക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനതിപ്പോൾ എടുത്ത് പറയുന്നില്ല. എങ്കിലും ഞാനതൊന്ന് സൂചിപ്പിക്കാം. മുമ്പ് അതുമായുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതും വീഡിയോയിൽ പറയുന്നതായിരിക്കും. പോപ്പുലർ ഫണ്ടുമായിട്ട് എവിടേക്കോ എന്തൊക്കെയൊക്കെയോ ഒരു കണക്ഷൻ നമുക്കിതിൽ എവിടെയൊക്കെയോ കേൾക്കുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റി എന്താണെന്ന് ക്ലിയർ അറിയില്ല. അതാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാത്തത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അഫാന്റെ മൊഴി പുറത്ത് വന്നതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം. ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് മറ്റു കൊലപാതകങ്ങൾ നടത്തിയ കാര്യം ഫർസാനയോട് പറഞ്ഞു. എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചപ്പോൾ ഫർസാനയെ ചുറ്റികയ്ക്കടിച്ചു വീഴ്ത്തി എന്നാണ് അഫാന്റെ മൊഴി. കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണ് എന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് മുത്തശ്ശി. സൽമാ ബീവിയോട് വൈരാഗ്യം തോന്നാൻ കാരണം. ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. അതിനിടെ അഫാന്റെ പിതാവ് നാട്ടിലെത്തി. അഫാന്റെ അമ്മ ഷമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ, ജീവിതം മുന്നോട്ട് പോകാനാകില്ല എന്നൊരവസ്ഥയിൽ, മരണമല്ലാതെ മറ്റു മാർഗമില്ല എന്നൊരവസ്ഥയിലാണ് അമ്മയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷെ തനിക്ക് മരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ അഫാൻ പറയുന്നത്. തുടക്കത്തിൽ ഒട്ടും ക്ലിയർ ആവാത്തൊരു രീതിയിലായിരുന്നു കേട്ടോ കാര്യങ്ങളുടെ കിടപ്പ്. ഇപ്പോൾ എല്ലാവർക്കും ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ശരിക്കും കണക്ട് ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ.